CBSE 10th Maths Chapter 2 Exercise 2.2. Find the zeros of the following quadratic polynomials and verify the relationship between the zeros and coefficients. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. നമുക്കൊന്നുകൂടെ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത മെത്തേഡ് ആകുമ്പോൾ നമ്മൾ സമ്മും പ്രൊഡക്റ്റ് എന്താണെന്ന് എഴുതാം. സം ഈസ് ഈക്വൽ ടു ഈ -2 ആണ് സമ്മ. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു, പ്രൊഡക്റ്റ് ഞാൻ പി എന്ന് എഴുതാം, പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു -8. ദെൻ നമ്മൾ പ്രൊഡക്റ്റിനെയാണ് ഫാക്ടേഴ്സ് ആക്കുക. അപ്പോൾ പ്രൊഡക്റ്റിനെ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ നമുക്ക് 4 × 2 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഈ സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് -2 സം ചെയ്താൽ കിട്ടണം. അപ്പം -4 + 2 ചെയ്താൽ നമുക്ക് -2 കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുന്നവിടെ -4 കൊടുക്കുക. അപ്പോൾ -8 ആയി. ഓക്കെ, അപ്പോൾ -4 × 2 ഈസ് ഈക്വൽ ടു -8, -4 + 2 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ -4x + 2x -8. ദെൻ നമുക്ക് എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് x - 4 ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം 2x - 8 ആണ്. ഇവിടെ നമുക്ക് പ്ലസ് എക്സിനെ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് x - 4 കിട്ടി. ഓക്കെ, 2 × x 2x, 2 × -4 -8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി x + 2 ഒരു ബ്രാക്കറ്റിൽ എഴുതുക. x - 4 ഒറ്റൊന്നായിട്ട് എഴുതുക. x - 4 is equal to 0. ഓക്കെ, x - 4 is equal to 0, x is equal to നമുക്ക് 4 കിട്ടി ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ x + 2 is equal to 0, x is equal to -2 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഈ സീറോസിനെ ആൽഫ ആൻഡ് ബീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ആൽഫ is equal to 4 ആൻഡ് ബീറ്റ is equal to -2. ദെൻ ആൽഫ + ബീറ്റ is equal to 4 + -2 is equal to 2. ഇനി നമ്മൾക്ക് ഇതിനെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്, അതിന് നമുക്ക് ഫോർമുലയുണ്ട്. അതിൻ്റെ ഫോർമുല നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടെ നമുക്ക് എഴുതാം. എക്സ് സ്ക്വയർ - 2x - 8. നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ - 2x - 8 ആണ്. അപ്പോൾ ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ഈസ് ഈക്വൽ ടു മൈനസ്, ഈ ഫോർമുലയിലെ മൈനസും ആ -2ലെ മൈനസും, -2/1 ഈസ് ഈക്വൽ ടു +2. അപ്പോൾ ഇവിടെ രണ്ടും നമ്മളത് വെരിഫൈ ചെയ്തു. ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു 2 കിട്ടി. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ചെയ്തപ്പോഴും നമുക്ക് 2 കിട്ടി. അപ്പോൾ അവിടെ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ആൽഫ ബീറ്റ ചെയ്യാം. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 4 × -2 ഈസ് ഈക്വൽ ടു -8. ആൽഫ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a. സി എന്ന് പറഞ്ഞാൽ ഇവിടെ -8 ആണ്. സി എന്ന് പറയുമ്പം ഇത് ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, സി എന്ന് പറയുമ്പോൾ -8 ആണ്. എ 1, എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള സംഖ്യ 1 ആണ്. അപ്പോൾ ഈ സീക്വൽ ടു നമുക്ക് -8 കിട്ടി. അപ്പോൾ ഈ ഇത് രണ്ടും ഇവിടെ -8 ആയിട്ട് കറക്റ്റായിട്ട് ആൻസർ വന്നു. ദസ് വെരിഫൈഡ് എന്ന് എഴുതാം. അപ്പോൾ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു -c/a എന്നും കിട്ടി. ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു -b/a എന്നും നമുക്ക് കിട്ടി, കറക്റ്റായിട്ട് കിട്ടി. ദസ് വെരിഫൈഡ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ ടെക്സ്റ്റ് നോക്കാം. സെക്കൻഡ് വൺ, 4s സ്ക്വയർ -4s +1 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഐഡൻറ്റിറ്റീൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. a² - 2ab + b² എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അതായത് 2s² - 4s + 1². അതായത് a² - 2ab + b² എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ a - b² എഴുതിയാൽ മതി. 2s - 1² is equal to 2s - 1 × 2s - 1. അപ്പോൾ ഒന്നുകൂടെ എഴുതാം. 2s - 1 × 2s - 1 is equal to 0. 2s is equal to 1, s is equal to 1/2. ഇവിടെ രണ്ടും 2s - 1 ആയതുകൊണ്ട് രണ്ടും s is equal to 1/2 തന്നെ നമുക്ക് കിട്ടുന്നത്. s is equal to 1/2. അപ്പോൾ ആൽഫ is equal to 1/2, ബീറ്റ is equal to 1/2. ആൽഫ + ബീറ്റ is equal to 1/2 +
1 by 2 is equal to 2 by 2 is equal to 1. According to the question, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം നമുക്ക്. 4s² minus 4s² minus 4s plus 1. According to the question, alpha plus beta is equal to minus b by a is equal to minus 4 എന്ന് പറയുമ്പോൾ 4. a എന്ന് പറയുമ്പോൾ എയും ഇവിടെ 4 ആണ്. 4 by 4 is equal to 1. ഇവിടെ വെരിഫൈ ചെയ്തു. ഇത് രണ്ടും ഇവിടെ വെരിഫൈഡ് ആയില്ല. ഓക്കെ, വെരിഫൈഡ്. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ബീറ്റ ചെയ്യാം. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 1 by 2 into 1 by 2 is equal to 1 by 4. According to the question, alpha beta is equal to c by a is equal to ഇവിടെ c എന്ന് പറയുന്നത് 1 ആണ്, a എന്ന് പറയുന്നത് c എന്ന് പറയുന്നത് a. ഈ ഒരു ഇക്വേഷൻ വരുമ്പം ഇത് a, ഇത് b, ഇത് c. c എന്ന് പറയുന്നത് 1 ആണ്, a 4 ആണ്, is equal to 1 by 4. ഇവിടെ രണ്ടും ഒരേപോലെ വന്നു. ദിസ് വെരിഫൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ 6x² minus 3 minus 7x. ഇതിനൊന്നും നമ്മൾ മാറ്റി എഴുതാം നമുക്ക്. 6x² minus 7x minus 3. ഇവിടെ സം ഈസ് ഈക്വൽ ടു -7. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 6 × 3. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. 3 നേരം നമ്മൾ വെറും x² ആയിരുന്നു. 1x² എന്ന് പറയുമ്പോൾ 1 × എന്ന് പറയുമ്പോൾ ആ സംഖ്യ വരുന്നത്. ഇപ്പോഴാണ് x² കൂടെ ഒരു 1 അല്ലാത്തൊരു സംഖ്യ വന്നത്. അപ്പോൾ 6 × -3 ചെയ്യേണ്ടത്. 6 × -3 ഈസ് ഈക്വൽ ടു -18. അപ്പോൾ നമുക്ക് ഈ -18നെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കേണ്ടത്. 9 × 2 ഈസ് ഈക്വൽ ടു 18 ആണ്. -9 + 2 ഈസ് ഈക്വൽ ടു -7 ആണ്. അപ്പം 9ന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ 18 നെഗറ്റീവായി. ഓക്കെ, അപ്പം -9 × 2 അപ്പോൾ 6x² minus 9x plus 2x minus 3 എന്നാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ 3xനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 3x × 2x 3 × 2 6 2x minus 3 plus 1 × 2x minus 3. ഓക്കെ, അപ്പോൾ 3x plus 1 × 2x minus 3 is equal to 0. Okay, 2x is equal to 3. x is equal to 3 by 2 alpha. ഇനി ബീറ്റ നോക്കാം. 3x plus 1 is equal to 0. 3x is equal to -1. x is equal to -1 by 3. ഇവിടെ ആൽഫ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു 3 by 2, ബീറ്റ ഈസ് ഈക്വൽ ടു -1 by 3. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3 by 2 പ്ലസ് -1 by 3 ഈസ് ഈക്വൽ ടു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 3 9 -2 ഡിവൈഡഡ് ബൈ 2 × 3 6 ഈസ് ഈക്വൽ ടു 9 - 2 7 7/6 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഇവിടെ എഴുതാം. 6x² minus 7x minus 3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b by a ഇസ് ഈക്വൽ ടു -7. ഫോർമുലയിലെ മൈനസും 7ലെ മൈനസും ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇസ് ഈക്വൽ ടു 7/6. ഇവിടെ രണ്ടും ഈക്വലായിട്ട് നമുക്ക് വന്നു. 7/6 7/6. ദസ് വെരിഫൈഡ്. ഓക്കെ, നമുക്ക് ആൽഫ ബീറ്റ ചെയ്യാം. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 3 by 2 ഇൻറ്റു -1 by 3 ഈസ് ഈക്വൽ ടു -3/6. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c by a. c ഇവിടെ -3 ആണ്. -3/a 6 ആണ്. -3/6. ദസ് വെരിഫൈഡ്. രണ്ടും ഒരേപോലെ വന്നു. -3/6 ഇവിടെയും വന്നു. -3/6. ദസ് വെരിഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ. 4u² plus 8u.
ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ചെയ്യാം. 4u² + 8u നമ്മൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ 4u² + 8u + 0 എന്നാണ് ഇവിടെ എഴുതേണ്ടത്, ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഫോം. അപ്പോൾ 4u നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ u പ്ലസ് ഇവിടെ 2 u + 2 4u × 2 8u ആണ് = 0. അപ്പോൾ 4u = 0, u = 0/4 = 0. ഒന്നങ്ങനെ കിട്ടിയത്. അടുത്തത് u + 2 = 0, u = -2. അപ്പോൾ ആൽഫ = 0, ബീറ്റ = -2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയേക്കാം. 4u² + 8u + 0 ആണ്. അപ്പോൾ ആൽഫ + ബീറ്റ = 0 + -2 = -2. According to the question, alpha + beta = -b/a = -8/4 = -2. രണ്ടും ഒരേപോലെ -2 കിട്ടി, -2 കിട്ടി. ദിസ് വെരിഫൈഡ്. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ബീറ്റ ചെയ്യാം. ആൽഫ ബീറ്റ = 0 × -2 = 0. According to the question, alpha beta = c/a c ഇവിടെ 0 ആണ്, a 4 ആണ്. 0/4 = 0. രണ്ടും 0 കിട്ടി, ഇവിടെ വെരിഫൈ ചെയ്തു. ദിസ് വെരിഫൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, 5th one. t² - 15. നമുക്ക് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റീൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. അതായത് t² - √15² എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്തായി? a² - b² = a + b × a - b എന്ന ഐഡൻറ്റിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ t² - √15² = t + √15 × t - √15 = 0. അപ്പോൾ ഇനി അടുത്ത t = -√15 ശരിയായിട്ട് എഴുതാം. ഓക്കെ, t + √15 = 0. t = -√15. അടുത്തത് this is ആൽഫ. t - √15 = 0. t = +√15. This is beta. ആൽഫ + ബീറ്റ = നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം. t² + 0t - 15. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് t² - 15 എന്നായിരുന്നു. അതിന് കറക്റ്റ് ഫോർമാറ്റിലേക്ക് എഴുതുമ്പം t² + 0t - 15 എന്നാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് വെരിഫൈ ചെയ്യണ്ടേ. ആൽഫ + ബീറ്റ = ആൽഫ -√15 + √15 = 0. According to the question, alpha + beta = -b/a = 0. b എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ 0/1 = 0. ഇവിടെ വെരിഫൈ ചെയ്തു, രണ്ടും 0 കിട്ടി, വെരിഫൈ ചെയ്തു. ഓക്കെ, ഇനി ആൽഫ ബീറ്റ = -√15 × +√15 = -15. According to the question, alpha beta = c/a = -15/1 = -15. This verified. രണ്ടും -15 കിട്ടി. This verified. Okay, this verified. Next question, 3x². 6th question, 3x² - x - 4. ഇവിടെ സം = -xൻ്റെ കൂടെ സംഖ്യ ഒന്നുമില്ല, അപ്പം -1 ആണ് കൊടുക്കേണ്ടത്. പ്രോഡക്റ്റ് =
3 × -4 = -12. ഇനി നമുക്ക് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കേണ്ടത്. 4 × 3 = 12. -4 + 3 = -1. അപ്പോൾ നമ്മൾ 4-ന് മൈനസ് ഇട്ട് കൊടുത്താൽ ഇവിടെ -12 ആയി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എഴുതാം 3x² - 4x + 3x - 4. ഓക്കെ, നമുക്ക് ഇവിടെ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 3x - 4. ഇവിടെ 3x - 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 3x - 4. അപ്പോൾ എന്തായി? x + 1 × 3x - 4 = 0. 3x - 4 = 0. 3x = 4. x = 4/3. This is alpha. അടുത്തത് x + 1 = 0. x = -1. This is beta. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതിക്കാം. നമുക്ക് 3x² - x - 4. 3x² - x - 4. ഇനി ആൽഫ + ബീറ്റ = 4/3 - 1 = 4 - 3 / 3 = 1/3. According to the question, alpha + beta = -b/a = -1/a3 ആണ്, = 1/3. Thus verified. രണ്ടും നമുക്ക് 1/3 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ബീറ്റ ചെയ്യാം. ആൽഫ ബീറ്റ = 4/3 × -1 = -4/3. According to the question, alpha beta = c/a = c. ഇവിടെ -4 ആണ്, -4/a3 ആണ്. രണ്ടും നമുക്ക് -4/3 കിട്ടി. ഓക്കെ, ദസ് വെരിഫൈഡ്. അപ്പം നമ്മുടെ ഈ ഒരു എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.